അനീഷന്റെ ഗെയിമിനെ എങ്ങനെ കണ്ടോണ്ടിരുന്നത്? അനീഷയുടെ നല്ലപോലെ പഠിച്ചിട്ട് വന്നേക്കോ. പക്ഷെ എനിക്കൊന്ന് അക്ബറിന് ആ ടാലന്റ് ഉള്ളതുപോലെ അനീഷേട്ടനില്ല. പക്ഷെ അനീഷേട്ടൻ ഹാർഡ് വർക്കിൽ കൂടെ ഫുൾ അനലൈസും ചെയ്ത് ഓരോരോ കാർഡ്സിനെ കുറിച്ചും പഠിച്ച് എന്തെല്ലാം വർക്ക് ആവും പ്രീവിയസ് സീസണൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ട് വന്ന ആളാണ്. അപ്പം പുള്ളി അത് ഇപ്പൊ സാധാരണ നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോലും അങ്ങനെ നിൽക്കണമെങ്കിൽ പോലും പാടാം. അപ്പം പുള്ളിക്ക് അതിന് ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അതും പുള്ളി ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ഇതുവരെ ഒരു കോമണർ ഇതുവരെ വന്നിട്ടില്ല. അത് പുള്ളിയാണ് ആദ്യമായിട്ട്. അതും പുള്ളിന്റെ ഗെയിം കളിച്ച് പുള്ളിക്ക് ഒരു വലിയൊരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുത്ത് പുള്ളിന്റേതായ തന്നെ കുറെ ഐക്കോണിക് ആയിട്ട് സുപ്രഭാതം കുറെ കാര്യങ്ങളുണ്ട്. ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതെ, അത് ഞാൻ കേട്ടായിരുന്നു. അത് ഞാൻ അത്ര ഷുവർ അല്ല. പക്ഷെ രണ്ടാഴ്ചയൊക്കെ പുള്ളി ഗുഡ് മോർണിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അകത്ത് പുറത്തല്ല, ആസ് എ ഗെയിമർ പുള്ളിക്ക് പുള്ളിന്റേതായ കുറച്ച് എനിക്ക് കുറച്ച് യോജിക്കാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടില്ല തുറന്ന്. പിന്നെ ഞാൻ അവിടെ എപ്പോഴും നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷയുടെ വരുന്നത്. ബിക്കോസ് ഞാൻ ആ ഗെയിമിൽ ഇരിക്കുമ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒപ്പോസിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ അവിടെ ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുന്ന. അപ്പം അനീഷേട്ടൻ അവിടെ പറയും ജീവിക്കാൻ വരുമോ, പക്ഷെ ഗെയിമാണ് അത്. പുള്ളി പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അനീഷേട്ടൻ അവിടെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതെ, അനീഷേട്ടന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്.